ഹായ് ഓൾ. SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് grok.ai എന്നൊരു ചാറ്റ് ബോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. grok.io എന്ന ചാറ്റ് ബോട്ട് യൂസ് ചെയ്തിട്ട് SEO ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്താണ് grok.ai എന്ന് നോക്കാം. grok.ai ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ്. SEO ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ്സ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്ലോഗ് ഔട്ട്ലൈൻ ഇതിൽ റെഡിയാക്കുന്നു. അതുപോലെ തന്നെ നിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് നമുക്ക് പ്രോംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ SEO ഫ്രണ്ട്ലി അല്ല ഗൂഗിൾ സെർച്ച് എഞ്ചിൻ റാങ്കിങ്ങിൽ വരുന്ന ഓർഗാനിക് ആയിട്ട് വരുന്ന ടോപ്പിക് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബ്ലോഗ് ടോപ്പിക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു ബ്ലോഗിന്റെ ഔട്ട്ലൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊരു പ്രോംപ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് വരുന്ന ഈ ബ്ലോഗ് കോണ്ടന്റ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യാം. വേർഡ് കൗണ്ട് നമുക്ക് വേർഡ് കൗണ്ട് ചെക്കർ യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നമ്മളത് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡാഷ്ബോർഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ താഴെയായിട്ടാണ് പ്രോംപ്റ്റ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാം. Write an outline for a blog post about how to become a digital marketer. അപ്പോൾ നമുക്ക് അതിനുശേഷം സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു റിസൾട്ട് ബ്ലോഗ് പോസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മളെ ബ്ലോഗ് പോസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതില് വരുന്നത് ഇൻട്രൊഡക്ഷൻ, എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാം, എസെൻഷ്യൽ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷണൽ പാത്വേഴ്സ്, അതുപോലെ തന്നെ നമ്മളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത്, നെറ്റ്വർക്കിംഗ്, ജോബ് ഹണ്ടിങ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാം. ഇതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോംപ്റ്റ് നൗ റൈറ്റ് ദ ഫുൾ ആർട്ടിക്കിൾ ഇൻക്ലൂഡിങ് ലിസ്റ്റ്, അതുപോലെ ടാബിൾസ്, ചാർട്ട്സ്, ബോൾഡഡ് വേർഡ്സ്, external links to relevant websites. Write in a SEO optimized format and don't aim for $1,500 words. Write in Markdown. ഇനി സെൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടാബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് 1,500 വേർഡ്സ് ഉള്ള ഒരു ബ്ലോഗ് ആയിരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു ബ്ലോഗ് പോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്, എൻ്റർ ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ടാബിൾസ്, അതുപോലെ ലിസ്റ്റ്, നല്ല എലാബറേറ്റ് ചെയ്തിട്ടുള്ള 1,500 വേർഡ്സ് ഉള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.
എങ്ങനെ ഒരു ഹൗ ടു ബിക്കം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതിനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഒരു പ്രോംപ്റ്റ് കൂടെ നമുക്ക് കൊടുക്കാം. അത് ഇതെല്ലാം നിലനിർത്തിയിട്ട് കീപ് ദിസ് ആൻഡ് എക്സ്പാൻഡ് ടു 2000 വേർഡ്സ് എന്നൊരു പ്രോംപ്റ്റ് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇതുവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ 2000 വേർഡ്സ് ഉള്ള ബ്ലോഗ് നമുക്ക് കിട്ടുന്നത്. ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് ഫസ്റ്റ് നമ്മൾ കൊടുത്തു ഒരു ബ്ലോഗ് പോസ്റ്റിന്റെ ഔട്ട്ലൈൻ റിഗാർഡിങ് ഹൗ ടു ബിക്കം എ ഡിജിറ്റൽ മാർക്കറ്റർ. പിന്നെ അതിനുശേഷം ടാബ്ലറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് കൊടുത്തു. അതിനുശേഷം 2000 വേർഡ്സ് ഉള്ള ഒരു ബ്ലോഗ് പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ 2000 വേർഡ്സ് ഉള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് നമുക്ക് കിട്ടി. നമുക്ക് ഇതിൽ എക്സ്റ്റേണൽ ലിങ്ക്സ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റും കൂടെ കൊടുത്തു നോക്കാം. ആഡ് റെലവന്റ് എക്സ്റ്റേണൽ ലിങ്ക്സ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബ്ലോഗ് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ 2000 വേർഡ്സ് നമ്മളൊന്ന് വേർഡ് കൗണ്ടർ ചെക്കർ യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ബ്ലോഗ് പബ്ലിഷ് ചെയ്യേണ്ടത്. അതിനുശേഷം പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നന്നായിട്ട് മോണിറ്റർ ചെയ്യുകയും വേണം.